മനോഹരമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ശ്രീഖണ്ഡ് എന്ന് പറയുന്ന ഈ സ്ഥലം. അപ്പോൾ ഞാനിപ്പോൾ അവിടെ വന്ന് എത്തിയിരിക്കുകയാണ്. ഇത് ഏകദേശം നമ്മൾ ഷിംലയിൽ നിന്നും 7 to 8 hours ഓഫ് ഡ്രൈവാണ്. ഈ 8 മണിക്കൂർ ഡ്രൈവ് ഉണ്ടെന്ന് പറയുന്നെങ്കിലും ഡിസ്റ്റൻസ് വൈസ് അത്രയേ ഉള്ളെങ്കിലും നമ്മളിങ്ങനെ വരുമ്പോൾ റോഡ്സിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. നോർമലായിട്ടുള്ള നമ്മൾ സ്ട്രെയിറ്റ് റോഡ്സിൽ കൂടെ അല്ലല്ലോ വരുന്നത്, ഇങ്ങനെ മലകൾ കയറി ഇറങ്ങിയൊക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ സമയം കൂടുതലെടുക്കും. ഇപ്പോൾ ഏതാണ്ട് വൈകുന്നേരം 7 മണി സമയം കഴിഞ്ഞു. പക്ഷേ ഇവിടെ നോക്കൂ, നല്ല വെളിച്ചം, സൺ സെറ്റ് ചെയ്തിട്ടില്ല. ഇവിടുത്തെ പ്രത്യേകത അതാണ്. അപ്പോൾ ശ്രീഖണ്ഡ് എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ലൊരു റിസോർട്ട് ഹോട്ടലിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ആംബിയൻസ് അതിനെക്കാട്ടി മനോഹരമാണ്. ഇത് വെസ്റ്റേൺ ഹിമാലയാസ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ് അല്ലേ, മഞ്ഞ് മൂടി കിടക്കുന്ന ഹിമാലയാസ്. ഈ കാണുന്ന മൗണ്ടൻ്റെ തൊട്ട് പിന്നിലാണ് പിൻ വാലി എന്ന് പറയുന്ന ഭാഗം. പിൻ വാലി ഇവിടെ ട്രക്കിങ്ങിന് പോകുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് പിൻ വാലി. ഇതൊക്കെ കാണേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. Welcome to Hotel Shrikhand Sarahan. Okay, thank you. You're most welcome. This is Hotel Shrikhand Sarahan. Okay, beautiful this place. Nice view because this time is cloud and mist. Otherwise, nice view from the room. You can have nice view in the morning if you'll get 5:30. 5:30. Yeah, the sun when the sun rays on the mountain, snow-covered mountain. That time very beautiful. Very beautiful. Very beautiful. ഒരുപാട് പ്രതീക്ഷകളുമായി ഞാൻ ഇതിനകത്തേക്ക് പോവാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ വ്യൂസ് ഒക്കെയാണ് കാണാൻ പോണത്. പറഞ്ഞല്ലോ, ബ്യൂട്ടിഫുൾ. ശ്രീഖണ്ഡ് മഹാദേവിൻ്റെ ഹോളി പ്ലേസ് ഇവിടെ അടുത്താണ്. ഈ ശ്രീഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതൊരു ഹോളി ട്രെക്കാണെന്നാണ് പറയുന്നത്. 4 days, right? 4 to 5 days നടന്ന് ഇങ്ങനെ നടന്ന് അവിടെ പോകേണ്ട. അതൊരു പിൽഗ്രിമേജ് ആണ്. സത്യം പറഞ്ഞാൽ ഒരു ഹോളി യാത്രയാണത്. അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഒരു വലിയ പാറപ്പുറത്ത് കയറണം. ശിവഭഗവാന്റെ ഒരു വലിയ ആ ഒരു പാറയുടെ ഫോർമേഷൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ ശിവൻ്റെ മുഖത്തിനോട് സാമ്യമുണ്ട്. അതാണ് പറയുന്നത് ശ്രീഖണ്ഡ് മഹാദേവ്. അപ്പോൾ ശ്രീഖണ്ഡ് ഹോട്ടലിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ഇനി നമ്മൾ കാണാൻ പോണത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ മാത്രം സ്പെഷ്യലാണ്. അതിൻ്റെ പേര് തന്നെ എങ്ങനെയാണ്, ശ്രീഖണ്ഡ് സ്പെഷ്യൽ. ഒരു ഡെസേർട്ട് ഐറ്റമാണ്, ഒരു മധുരമാണ്. അപ്പോൾ ഷെഫ് എൻ്റെ കൂടെ ഉണ്ട്. ഇവിടുത്തെ ഷെഫ് ആയതുകൊണ്ട് ഇവിടുത്തെ ഹിമാചൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ട്രഡീഷണൽ ഹാറ്റ്, റൈറ്റ്? ഓക്കെ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സും കോൺഫ്ലേക്സും ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പൊട്ടറ്റോ ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ കുറേ കാര്യങ്ങൾ. അപ്പോൾ ആദ്യം പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നു. അതിലേക്ക് ഒരു 50 gram വെണ്ണ ഇട്ട് ഉരുക്കുകയാണ്. എന്നിട്ട് ആ വെണ്ണ ഉരുകുന്നതിന് മുന്നേ തന്നെ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത്. ഇത് വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 തൊലി കളഞ്ഞ് അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ്, അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാനാണ് ഷെഫ് പറയുന്നത്. ഇപ്പോൾ കിസ്മിസ് ഒരു 20 gram ആണെങ്കിൽ അങ്ങനെ, 50 ആണെങ്കിൽ അങ്ങനെ. ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ചേർക്കാം. കോൺഫ്ലേക്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൈ വെച്ച് ക്രഷ് ചെയ്ത് ചേർക്കുകയാണ്, ഏതാണ്ട് 1/2 കപ്പോളം. പിന്നെ ബിസ്ക്കറ്റ്, അതൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചത്. ഇത് മാരിഗോൾഡോ അങ്ങനെ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് മതി, ന്യൂട്രൽ ആയിട്ടുള്ള, ഒരുപാട് മധുരമില്ലാത്ത ബിസ്ക്കറ്റ്. അത് ഏതാണ്ട് ഒരു 4-5 എണ്ണം പൊടിച്ചത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു 100 ഗ്രാമോളം, ഒരു 3-4 വലിയ ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ലൈറ്റ് കഴിച്ചിട്ട് ഇളക്കുന്നു. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പോളം പഞ്ചസാര ഇട്ടു. പശുവിൻ പാലാണ് ഒഴിക്കുന്നത്, പ്യുവർ കൗസ് മിൽക്ക്. ഇവിടുത്തെ പാല് പശുവിൻ്റെ പാലിന് നല്ല കട്ടിയുണ്ട്. നോക്കൂ, ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത പാലാണ്. ഹിമാചൽ പ്രദേശിലെ പശുവിൻ്റെ പാല് നല്ല പാല്. അപ്പോൾ അത് ഒഴിച്ചു. ഏകദേശം ഒരു 2 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. 1.5-2 കപ്പ്. എന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കും. എല്ലാ കാര്യങ്ങളും ഒന്നുപോലെ നന്നായിട്ടൊന്ന് യോജിച്ചിടണം. ഇത് ഏതാണ്ട് ഉമാലി എന്ന് പറഞ്ഞിട്ടൊരു അറബിക് സ്വീറ്റ് ഉണ്ട്, ഏതാണ്ട് ആ ഒരു ടെക്സ്ചറാണെന്ന് തോന്നുന്നു. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സായി വരണം. ഇനി ഇതിൻ്റെ കൂടെ ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ആയിക്കഴിഞ്ഞു, റെഡി. ഇനി ബൗളിലാക്കുന്നു, സെർവ് ചെയ്യുന്നു. അലങ്കാരം വേണമെങ്കിൽ അലങ്കാരത്തോടു കൂടി സെർവ് ചെയ്യുന്നു. കുറച്ച് നിറം കൊടുത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് മേളിലിട്ടിട്ട് അലങ്കരിച്ചു. അപ്പോൾ ഷെഫിൻ്റെ സ്പെഷ്യലാണിത്. ഇതിവിടുത്തെ ശ്രീഖണ്ഡ് സ്പെഷ്യൽ. ഓക്കെ, ഇതൊരു കോൾഡ് ഡെസേർട്ടായിട്ട് വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ഒരു ഹോട്ട് ഡെസേർട്ടായിട്ടും കഴിക്കാം. അപ്പോൾ ഒന്ന് സ്വാദ് നോക്കാൻ പോവാണ്. നല്ല ചൂടായിട്ടാണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. നൈസ്, വെരി നൈസ്. അപ്പോൾ ഇതിലൊക്കെ വേണമെങ്കിൽ നമുക്കിനി കുറച്ച് ഇംപ്രൊവൈസേഷൻ വേണമെങ്കിലും നടത്താൻ, വേണമെങ്കിൽ അത്യാവശ്യം കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്താനും കുറച്ചുകൂടെ ഗംഭീരമാകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഷെഫിൻ്റെ ഒരു അടിപൊളി ഡിഷാണ്, ചെയ്തു നോക്കാൻ പറ്റിയൊരു കാര്യം.
കേറു എന്ന് പറയുന്നൊരു ടിപ്പിക്കൽ ഹിമാചൽ ഐറ്റമാണ് കേറു എന്ന പേര്. നമ്മളിപ്പോൾ ഐറ്റംസ് ഇങ്ങനെ വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ഷെഫിനോട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ മോര് പോലൊരു കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം. ഇൻഗ്രീഡിയൻസ് റെഡി. കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ജീരകമൊക്കെ പൊട്ടിക്കും. ഇത് നമ്മളുടെ ഒരു മോര് കാച്ചിയതുപോലെയോ നമ്മൾ സാധാരണ പച്ചമോരിൻ്റെ കാര്യങ്ങൾ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും. വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ചെറുതായിരുന്നു, സവാള, ഇഞ്ചി. സവാള 1 ടേബിൾ സ്പൂൺ അരിഞ്ഞത്, ഇഞ്ചി 1 ചെറിയ സ്പൂൺ, പച്ചമുളക് 1 ചെറിയ സ്പൂൺ. അതെല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞിട്ട് ഒന്ന് പച്ചയൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നു. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ചേർത്തു. അപ്പോൾ തീ അല്പം കുറച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട്. ഇത് കരിഞ്ഞു പോകാൻ പാടില്ലല്ലോ മുളക് പൊടി. എന്നിട്ട് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് നല്ല കട്ടി മോര്, തൈര് നന്നായി ഉടച്ചത് 1 2 ടേബിൾ സ്പൂൺ. ഇനി മല്ലിയില അരിഞ്ഞതും കൂടി ഇതിനകത്തേക്ക് ഇടുന്നതാണ് പറയുന്നത് ഗാർണിഷായിട്ട്. അപ്പോൾ ഇതിപ്പോൾ എന്തായി കോമ്പിനേഷൻ? പുളിശ്ശേരിയും മോര് കാച്ചിയതിൻ്റെയും കൂടെ എല്ലാം കൂടെ ഒരു രണ്ടും കൂടി ചേർന്നുണ്ടായ ഒരു പുതിയ പ്രോഡക്റ്റായി മാറി കേറു. അപ്പോൾ ഹിമാചലിൽ വന്നപ്പോഴും നമ്മൾ പുളിശ്ശേരിയൊക്കെ തന്നെ കാണുന്നത് കണ്ടില്ലേ? സന്തോഷമുള്ള കാര്യമാണ്. ഇത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം. പെർഫെക്റ്റ്. നല്ല പുളിശ്ശേരി. ദിസ് ഇസ് ദി ന്യൂ വൺ സൂപ്പ് ആപ്പിറ്റൈസർ. ഇവിടെ ഒരു സൂപ്പ് പോലെ ആപ്പിറ്റൈസർ ആയിട്ടാണ് ഇത് കഴിക്കുന്നതെന്നാണ് പറയുന്നത്. സൂപ്പ് ആയിട്ടാണ്, ആഹാരത്തിന് മുന്നേ കഴിക്കുന്ന ഒരു ഐറ്റം ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ മെനു കാർഡിലും ആപ്പിറ്റൈസറുടെ കൂട്ടത്തിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. മനസ്സിലല്ലേ? ശരിക്കും പുളിശ്ശേരി, ഒരു വ്യത്യാസമില്ല. നൈസ്. അങ്ങനെ സാറാഹാണിയിൽ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ശ്രീകണ്ഠ് ഹോട്ടലിലെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. നമ്മൾ സൈറ്റ് സീയിങ്ങിനൊക്കെ ഇറങ്ങാൻ പോണതേ ഉള്ളൂ. ബാക്കി കാഴ്ചകളൊക്കെ ഇനി നാളെയാണ്. അതുവരെ